ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെ ബിജുക്കുട്ട പസാട്ട നമ്മുടെ ഫസ്റ്റ് സ്കിറ്റ് തുടങ്ങാനുള്ള സമയമായി. അപ്പൊ നമുക്ക് തുടങ്ങണ്ടേ? പിന്നെ ആദ്യത്തെ ആളുടെ പേര് ഞാൻ പറയാം. മണിക്കുട്ടൻ, ഐശ്വര്യ, അമൽ. മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം, കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം, നീലമച്ചുള്ള കൂടാരം. ചമ്മച്ചി, ഞാൻ ഒരു തീണ്ട് ഇവിടെ തൂക്കണം, തുടയ്ക്കണം, അലക്കണം, വിരിക്കണം. ദൈവമേ, ഈ വീട്ടിലെ പണി എടുത്തന്നെ നാട്ടിൽ ഒടിഞ്ഞ്. എന്നാ അങ്ങനല്ലേ എന്തെങ്കിലും ഒരു കൈ സഹായം ചെയ്യത്തില്ല. എന്താ മൂടി പതിച്ച് കിടന്ന് ഉറങ്ങുക? മൂട്ടിലെ വെയിലടിക്കാണ്ട് ഇനി പുറത്തോട്ട് വരത്തില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഇത് ആരെടുത്താ പറയുന്നത്? അല്ലെ ആ കുരിപ്പ് വിചാരിക്കണം, ഞാൻ ഇപ്പൊ 3ാം ക്ലാസ്സിലാന്ന്, ഞാൻ എൻ്റെ അമ്മേനൊന്ന് സഹായിക്കണം. അമ്മ പാവണ്ട, എന്തെങ്കിലുമൊക്കെ ഒന്ന് അമ്മയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കണ്ടേ? ഒരു കാര്യവുമില്ല. ഇനി ഞാൻ തന്നെ പോയി കുളിച്ച് ഒരുക്കി സ്കൂളിൽ പറഞ്ഞു വിടണോ? നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ഇതെന്തൊരു വിധിയാ ദൈവം എനിക്ക്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് കെട്ടിയല്ലേന്ന്. കെട്ടിയാൻ ഓന്റെ കാര്യം കേൾക്കും ഇങ്ങനെ പെരുത്ത് കയറിയെങ്കി അറിയോ? എന്നെയും കൊച്ചിനെ കളഞ്ഞിട്ട് 4 കൊല്ലം നാട് വിട്ടു പോയേക്കാ. സാമത്തൊക്കെ മഹാഭാവി വൃത്തിയിട്ടാൻ. അല്ലേ ഞാൻ എന്തിനാണ് ഇപ്പൊ അതൊക്കെ ആലോചിച്ച് നിൽക്കുന്നത്? ഓൻ എയിലൂടി പോയാൽ എനിക്ക് എന്താ? ഈ ജലജയെ 4 കൊല്ലമായിട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്കാ. ഒറ്റയ്ക്ക്, മനസ്സിലായാ? ഇതൊരു ഹിന്ദല്ല കേട്ടോ. ആരെയും വിളിക്കുന്നേ? ഹലോ ചേച്ചി, എല്ലാന്റീനും വിജീഷാണേ. അയ്യോ വിജീഷേ, വിജീഷേ കൊച്ചാശുപത്രിയിലായിരിക്കും. അറിഞ്ഞില്ലേ? കൊച്ചാശുപത്രിയിലാടാ. ചേച്ചി എല്ലാ മാസം വിളിക്കുമ്പോ കൊച്ചാശുപത്രി, അവിടുത്തെ ഡോക്ടറിനെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ കൊച്ചിന്. വിജീഷേ ഇടയ്ക്ക് കണ്ടിച്ചോരല്ലേ? 8 മാസമായിട്ടല്ലേ ഉള്ളു വിജീഷേ? 8 മാസം ചേച്ചി, എനിക്ക് മേളിൽ നല്ല പ്രഷറുണ്ട് ചേച്ചി. അയ്യോ 4 വർഷമായി വിജീഷേ എന്റെ ഭർത്താവ് ഇവിടുന്ന് പോയിട്ട്. ചേച്ചി അതും ഈ അമ്മയും തമ്മിൽ എന്താ ചേച്ചി ബന്ധം? എനിക്ക് ബന്ധമില്ലായിക്കോടോ, എനിക്ക് ബന്ധമുണ്ട്. കാരണം പോയത് എന്റെ ഭർത്താവാണ്. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? ചേച്ചി ഈ അമ്മ അടയ്ക്കാൻ നോക്കി ചേച്ചി. ഞാൻ എന്നോട് വേറെ ഒരു കാര്യം ചോദിക്കട്ടെ മോനെ? ഒരു 500 ഉറുപ്പിക എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരുമോ? ചേച്ചി കഴിഞ്ഞ മാസം ചേച്ചിയുടെ അമ്മ ആശുപത്രിയിലാന്ന് പറഞ്ഞ 1500 രൂപ ഞാൻ ലേറ്റ് തന്നത്. എടങ്ങി കേക്ക. ഈ 1500 ഉറുപ്പിക ഈ 500 ഉറുപ്പിയും കൂടി EMI ഞാൻ അങ്ങ് തരാൻ നിക്ക്. കാര്യം ചെയ്യട്ടെ, ഞാൻ അവിടുത്തെ റേഷൻ കാർഡിൽ എന്റെ പേര് ചേർക്കാമോ? അതേനു അതും കൂടി അല്ലേ ബാക്കിയുള്ളൂ. ഞാനല്ലേ ഇപ്പൊ ആ വീട് നോക്കുന്നത്. ഹലോ എടങ്ങി, എങ്ങനെയെങ്കിലും ഒന്ന് 500 ഉറുപ്പിക ഇങ്ങി ഇടോ. 500 വെച്ച്. ഹലോ ഹലോ, കട്ടായി. ഇങ്ങനെയൊക്കെ കട്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ തേടുന്നെടുത്തിട്ട് കൊടുക്കാനാ? എനിക്കൊരു കുഴപ്പമില്ല. അല്ല മോളെ, ഇങ്ങി ഇത് എണീക്കുന്നുണ്ട് അവിടുന്ന്? എന്തൊരു സ്വഭാവം ഇത്? ഹലോ, ശരിയാണ്, ഈ അജേഷ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. എന്നും പറഞ്ഞ് തേള് കടിച്ചെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ ഒരു ഇൻഷുറൻസ് പാസ്സാക്കും? ചിന്തിക്കും. തേള് കടിക്ക് ഇൻഷുറൻസ് ഇല്ല, പഴുതാരനെ കൊണ്ട് കടിപ്പിക്കുന്നോ? എടാ നീ ആദ്യം ക്ഷുദ്രജീവികളായിട്ടുള്ള കൂട്ടുവിട്, അപ്പൊ നീ രക്ഷപ്പെടും കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുകൊണ്ടാണ് എങ്ങനെയും വിളിച്ച് ശല്യപ്പെടുത്തരുത്. ശരി, ഇപ്പൊ ഇത് തന്നെയാണോ വീടെന്ന് ആർക്കറിയാം? ഹലോ ഹലോ, എന്റെ പൊന്നു മോനെ, ഇവിടെ ഒരു സാധനമില്ല. വേണ്ട. എന്നോടാണോ? അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് പറയാൻ ഭ്രാന്തുണ്ടോ? ആരാന്ന് വിചാരിച്ചിട്ടാ? നീ 7ന്റെ ആളല്ലേ? 7ന്റെ ആളോ? വെള്ളപ്പൊക്കത്തിന്റെ ആളാ? വെള്ളപ്പൊക്കത്തിന്റെ ആളോ? ഇവിടെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസം മറ്റേ തുണിയൊക്കെ എടുക്കാൻ വരുന്നിടത്തുണ്ടല്ലോ. ഞാൻ ഓണത്തിന് പോലും ഒരു തുണി എടുക്കാറില്ല, പിന്നെയാണ് വെള്ളപ്പൊക്കത്തിന് തുണി. അതിനെന്താ ചേച്ചി, ഞാൻ അജേഷ്. ഇതാണോ ചന്ദ്രന്റെ വീട്? ചന്ദ്രന്റെ പേര് നാറിയുടെ പേര് ഇവിടെ മിണ്ടി പോർന്നിങ്ങി. അതിന് ഇവിടെ നിരോധിച്ചേക്കുവാണോ പേര്? ഞാൻ നിരോധിച്ചതാ. നിനക്ക് ചന്ദ്രന്റെ വല്ല കാര്യം അറിയണ്ടേ? ചന്ദ്രന്റെ അടുത്ത് പോയി ചോദിക്കണം. ഇത് ജലജന്റെ വീടാ, ജലജന്റെ. മനസ്സിലായ? ഇത് ചെയ്യാനാന്ന് പറ. ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ചന്ദ്രന്റെ വീട് തപ്പി നടക്കുവാണ്. ഇവനൊരു സാധനം കൊടുക്കണോണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്. കൊടുക്കണ്ടതോ? ഈ ചന്ദ്രൻ എന്ന് പറയണവൻ നമ്മുടെ കമ്പനി ജീവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ കമ്പനി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 4 വർഷമായിട്ട് അവന്റെ ഒരു അറിവുമില്ല. പഞ്ചായത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ അവന്റെ അറിവില്ല. അപ്പൊ ഇവൻ നോമിനി വെച്ചേക്കുന്ന ആൾക്ക് ഇവന്റെ ഇൻഷുറൻസ് തുക തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കയറി ഇറങ്ങി നടക്കുന്നത്. അയ്യോ, എത്ര പൈസ ഉണ്ടാവും? ഏകദേശം 20 ലക്ഷം രൂപ വരും. 20 ലക്ഷം? ഞാൻ ചോദിക്കട്ടെ, നോമിനി ആരാ? നോമിനി ജലജ പി. ഈ ജലജ പീന് പോയോ?
എന്നാ പറ്റി ചേച്ചി? എന്റെ പൊന്നു മോനെ ഒന്നും പറ്റിയതല്ല. എന്റെ ചന്ദ്രേട്ടന്റെ കാൽപാത് പതിഞ്ഞ മണ്ണിൽ ഞാൻ ഉമ്മ വെക്കുക. നിങ്ങൾ ഉമ്മ വെക്കോ വാരത്തിനോ എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങളാണോ ഈ ജലജാപ്പി എന്ന് പറഞ്ഞ ആള്? ഞാനാ ജലജ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ 20 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുന്നത്. ഈ 20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമ്പോൾ എന്നെ കാണേണ്ട രീതി കാണണം. അതല്ല, കാണേണ്ട രീതി കാണണമെന്ന്. തിരുമണോ? ഞാനെന്താ ഉറുമ്പാണോ? 20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴുമ്പോൾ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ വീഴണം. 1 ലക്ഷം റുപ്യ ഇത്തിരി കൂടുതലാ. 4 വർഷം മുമ്പ് കാണാതായ ഈ ചന്ദ്രൻ വന്നവനെ കൊന്നിട്ടോ കത്തെന്നുള്ള രേഖ ഉണ്ടാക്കിയിട്ട് കമ്പനിയെ പറ്റിച്ചിട്ടാണ് ഇൻഷുറൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. കമ്പനിയുടെ കൂടെ നിൽക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുവാണ്. മനസ്സിലായില്ലേ? റിസ്ക് അലവൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വർത്തമാനം പറയണത്. ആയിക്കോട്ടെ എന്നാ ഒരു കാര്യം ചെയ്യാം. 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം ഡീല്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? നീ ചിരിക്കല്ലേ? ഞാൻ ചിരിച്ചാൽ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനുള്ള ചാൻസ് കൂടും. എന്റെ അക്കൗണ്ടിൽ കാശ് വന്നിട്ടാണ് ഞാൻ ചിരിക്കണമെങ്കിൽ അക്കൗണ്ടിൽ കാശും കിടക്കും. ഞാനും നിങ്ങളും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാവും. ഈ അജേഷ് ഒരു കാര്യം ഏറ്റതാണ്. അതുകൊണ്ടാണ് ഈ പറയണത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അജേഷ് ഏതാ? ഞാൻ തന്നെ. ഹലോ, തേങ്ങ വീണാലൊന്നും ഇൻഷുറൻസ് തരാൻ പറ്റത്തില്ല. തലയിലായാലും എവിടെയായാലും തേങ്ങയ്ക്ക് ഇൻഷുറൻസ് ഇല്ല. ഇപ്പൊ അങ്ങനെ നോക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. വീട്ടിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വണ്ടി വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഹൈവേയിലിടും. എന്നിട്ട് ഇയാളെയും കൊണ്ട് അവിടെ കൊണ്ടിടും. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. പിന്നെ ഇതൊക്കെ റെഡി ആക്കണമെങ്കിൽ അജേഷിന്റെ അക്കൗണ്ടിൽ വൈകുന്നേരത്തിനുള്ളിൽ 50,000 രൂപ ക്രെഡിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസും കിട്ടും. 50,000 രൂപ ക്രെഡിറ്റ് ആയി. ചേട്ടാ, ഹലോ, അജേഷാണ്. എന്തെങ്കിലും ലോണിന്റെ പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കണേ ചേട്ടാ. പെട്ടെന്ന് തന്നെ 50,000 രൂപ കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. അയാളെ കൊണ്ട് ഇട്ടോ, ഞാനത് റെഡിയാക്കിയേക്കാം. പോലീസിൽ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഹൈവേയിൽ വരും കേട്ടോ. സന്തോഷം ചേട്ടാ. ഇനി ആരെങ്കിലും തലയിൽ തേങ്ങ വരുവാണെങ്കിൽ വിളിക്കണേ. അജേഷന്റെ നമ്പർ ഇതാണേ. ശരി ചേട്ടാ. നല്ല മനുഷ്യന്മാരും ഉണ്ട്, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടികളിലേക്ക് കിടക്കാം. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരണം, മനസ്സിലായോ? എന്നാൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ആവുള്ളൂ. അങ്ങനെയല്ലേ? ഈ ചന്ദ്രന് അച്ഛനും അമ്മയുണ്ടോ? ശരി, ഇത് എന്തൊരു ചോദ്യാടോ? മൂപ്പര് പിന്നെ നിലം പൊട്ടി കയ്യത് അല്ല, നിലത്തുനിന്ന് ഇങ്ങോട്ട് കുഴിച്ചിങ്ങോട്ട് വെടുക്കുന്നതാന്ന്. അതല്ല പറഞ്ഞേ, ചന്ദ്രന് അച്ഛനും അമ്മയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഷുറൻസ് അവരുടെ അക്കൗണ്ടിലേക്കും പോകും. അച്ഛനമ്മയൊന്നുമില്ല, എന്നോ മരിച്ചു പോയതാ. ഞാൻ പോയതല്ലേ ചവടക്കിന്. ആണല്ലേ? കുഴപ്പമില്ല. ഈ ചന്ദ്രന്റെ ദേഹത്ത് വല്ല അടയാളോ കാര്യങ്ങളോ വല്ല ഉണ്ടോ? പുറത്തൊരു മറുകുണ്ട്. അതിപ്പോ ഉറുമ്പെടുത്ത് കാണൂലോ. എന്ത് പുറത്ത് മുറുക്കുണ്ടെന്ന് പറഞ്ഞു? പുറത്ത് മുറുക്കല്ല, പുറത്തൊരു മറുകുണ്ട്. ചന്ദ്രന്റെ സിബിളിങ്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും ചന്ദ്രേട്ടനും ലാസ്റ്റ് കട്ടില്. ചന്ദ്രന് സഹോദരങ്ങളുണ്ടോ? എല്ലൊന്ന് വിളിച്ചു പറഞ്ഞാണെങ്കിൽ വ്യക്തമായിട്ട് പറയണ്ടെങ്കിൽ മനസ്സിലായില്ലട്ടോ. എന്താ ഇത്? അയ്യോ എന്റെ പഠിച്ചോനെ. അയ്യോ, അത് പേപ്പർ തീർന്ന്. ഒന്ന് പിടിച്ചു നിർത്തിക്കൂടെ? അയ്യോ, എന്തുവാ ഇത്? ഇതെല്ലാം ഇതിന്റെ വേണ്ടപ്പെട്ട പേപ്പറുകളാണ്. ആണോ? ഇതില് ഒപ്പിട്. കഞ്ഞിവെള്ളത്തിലാന്നോ അതോ നാരങ്ങ വെള്ളത്തിലാന്നോ ഉപ്പിടാൻ പറഞ്ഞ്? അല്ല പെണ്ണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടോ? അല്ല, ലാഭം ഒന്നുമില്ല, വെറുതെ ഒന്ന് കൈ. പിന്നെ എന്തിനാണ് ഈ കേറാത്ത തമാശ പറഞ്ഞിരിക്കുന്നത്? ഒപ്പിടാൻ നോക്ക്. ഈ കാശ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോഴേക്കും ദൂരത്തടിച്ച് ചെലവാക്കരുത്. നിങ്ങളൊക്കെ പ്രായക്കുറവാണ്, ഒരുപാട് പേരെ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തന്നെയും പിന്നെയും പറയണത്. പിന്നെ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കയറണം. ഈ ചിരിച്ചു കളിച്ചിരിക്കുന്ന അജേഷ് അല്ലാതെ വേറൊരു മുഖം കൂടി എനിക്കുണ്ട്. ഉപ്പിട്ടിക്കുന്നു. എന്റെ അമ്മോ, ഇതെന്താ ഇത്? വെള്ളത്തില്ലേ? 10 പേപ്പറിൽ 10 ഒപ്പിട്ട് വെച്ചിരിക്കുന്നു പെണ്ണുമുള്ള. വേണ്ടത് അത് ഞാനൊരു ഡിസൈൻ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തോടിയേ. ഒപ്പിന്റെ സൗന്ദര്യം മനസ്സിലായില്ലേ? വേറെ ഇട്ടിട്ട് എന്ത് കളിട്ടാ നോക്ക്. ഇനി വേറെ ഫോം കണ്ടുപിടിക്കണം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ അവിടെ പോയിട്ട് വേറെ ഫോം ഉണ്ടാക്കണം. നിങ്ങൾ എടുത്തിട്ടോ? ഞാൻ ഇവിടുന്ന് എവിടെ പോലല്ലേ പോരല്ലേ? വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വേറെ ആളെ നോക്കും. അമ്മ അങ്ങനെ പറയല്ലേ. ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒന്നാക്കി വേഗം വരും. കമ്പനിനെ ചതിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്ന പരിപാടിയാണ്. എല്ലാവരെയും വിളിച്ച് പറയരുത്. ഇല്ല, ആരോടും പറയൂല. പിന്നെയും വിളിക്കുന്നുണ്ടല്ലോ. ഞാനിന്റെ ചന്ദ്രേട്ടാ. ഉറുമ്പ് കടിച്ചാലൊന്നും ഇൻഷുറൻസ് കിട്ടില്ല. പാട്ടി, നീ ഇന്നലെ പോലെ എന്നെ വിളിക്കണാണല്ലോ. എനിക്കറിയാൻ പാടില്ല തന്നെ ചോദിക്കുക. എന്റെ സ്വത്താണ്, എന്റെ മുത്താണ്, എന്റെ കഴിവാണ്. സ്നേഹമുണ്ട് ഞാൻ വിചാരിച്ചില്ല. 20 ലക്ഷം പൊളിക്കും ഞാൻ. ഇതുപോലത്തെ ആളാണല്ലോ അത്. ആടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, നീ വസന്തകാലം കൈനീട്ടി വരവേൽക്കയാണോ നീ മാടപ്രാവേ. നീ ആ ഫോട്ടോയിൽ ഉമ്മ കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരു കുഞ്ഞും കൂടി വേണമെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ്. നിങ്ങൾ എന്താ ഇവിടെ?
അയ്യോ ഓക്കെ അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ? അതിപ്പോ എന്റെ അച്ഛനും അമ്മയോടും ചോദിക്കണം, എന്ത്? ഞാൻ ഇങ്ങനെ എന്താ ആയെന്ന്. അയ്യോ തേങ്ങാക്കൊല, നിങ്ങൾ എന്താ ഇപ്പോ ഇവിടെ ഇങ്ങനെ? നീ തെലുങ്ക് പടത്തിൽ ഡബ് ചെയ്യാൻ പോകുന്നുണ്ടോ? ആ, ഞാൻ മലയാള പടത്തിലും കൂടെ ഡബ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് ശരി, ഞാനിപ്പോ കെട്ടിയെടുക്കരുതായിരുന്നു. അപ്പൊ ആരെയാടി നീനകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? ചെവിക്കല്ല് ഞാൻ അടിച്ചാൽ പൊളിക്കും കേട്ടല്ല. 4 കൊല്ലായിട്ട് തെണ്ടി തിരിച്ചിപ്പോ ഇങ്ങോട്ട് വന്നേക്കുക. ഞാനിവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? നീ എങ്ങനെയാ ജീവിക്കുന്നേ? മുണ്ട് മുറുക്കി കൊടുത്താ ഞാൻ ജീവിക്കുന്നത്. അതെന്തിനാ മുണ്ട് മുറുക്കി കൊടുത്തേ? ഇല്ല, അഞ്ഞൂലേ? അതാണല്ലേ. അതാണ് അവിടുത്തെ പ്രശ്നം. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എവിടെ ആയിരുന്നു 4 കൊല്ലന്ന്? എടി 4 കൊല്ലത്തെ കാര്യങ്ങളല്ലേ പറയണ്ടോ? 4 നിമിഷം എനിക്ക് ആലോചിച്ച് പറയണ്ടായോ? 4-5 മിനിറ്റ് അങ്ങ് എടുക്കും. ഇങ്ങോട്ട് പറ അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ നിന്നെയും കുഞ്ഞിനെയും പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോയത്. വളരെ കഷ്ടപ്പെട്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമം കണ്ട ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. സത്യം. ഞാൻ പാലത്തിൽ കയറി താഴേക്ക് ചാടി, കാലൊടിഞ്ഞ്, കരിവെള്ളമില്ലായിരുന്നു, മരിച്ചില്ല. ഞാൻ പിന്നെ റോഡിലിറങ്ങി ലോറിക്ക് മുമ്പിൽ കയറി നിന്ന് ഇടിച്ച്, പക്ഷേ ഞാൻ ചത്തില്ല. എന്റെ കൈ ഒടിഞ്ഞ് ഞാൻ പിന്നെ അവസാനം ആത്മഹത്യ വേണ്ടി മരത്തെ കയറി താഴോട്ട് ചാടി, പക്ഷെ കുരുക്കിടാൻ മറന്നുപോയി, മരിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പൊ കുറവുണ്ടോ? എന്ത് ക്രിമികടി? നിങ്ങളെ ക്രിമികടിക്ക് കുറവുണ്ടോന്ന്? അല്ലാണ്ട് ആരെങ്കിലും പോയിട്ട് കൊമ്പത്തും മലതോ കയറി ചാടി ചാവോ? അല്ലേ? എന്നാലും ഞാൻ ചോദിക്കാം, 4-5 കൊല്ലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കയ്യും വീശി വന്നേക്ക ഒരു എളുപ്പമില്ലാണ്ട്. ഞാൻ കയ്യും വീശി വരുമോ നീ കരുതി? എടി ഇങ്ങോട്ട് വന്ന്. എന്തുവാ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ മോക്ക് 1 വയസ്സാണ്. അവള് വളർന്നോടി? ഇല്ല, വളർത്തിയില്ല. അതുപോലെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് വളർത്താന്ന് വിചാരിച്ചു. എടി ഒരു പെങ്കൊച്ചല്ലയോ, ഞാൻ കയ്യും വീശി വരുവോ? എന്റെ കുഞ്ഞിനെ കെട്ടിച്ചയക്കാനുള്ളതല്ലയോ? ഞാൻ അതുകൊണ്ട് എന്റെ കുഞ്ഞിന് മാല, വള, കമ്മല് ഒക്കെ വാങ്ങിയിട്ടാ വന്നത്. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ എനിക്കറിയാവില്ല നിനക്ക് സ്നേഹമുള്ളതാണ്. പിടി. 4 കൊല്ലം കാണാണ്ട് പോയ പഴം കൊണ്ടുവന്നേക്കുന്നതാണ്. അമ്പലപ്പറമ്പിൽ 50 ഉറുപ്പിക്ക് 10 എണ്ണം കിട്ടുന്ന മുത്തുമാല. നിനക്ക് വിഷമായ? നിനക്കൊന്നില്ല എന്നുള്ള പരിഭവല്ലേ? നീ പറഞ്ഞല്ലോ പട്ടിണിയാണ്, മുണ്ട് മുറുക്കി കൊടുത്തിരിക്കുന്നത്. നിനക്ക് പട്ടിണി കിടക്കാതിരിക്കാനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെഡ്. എനിക്ക് വേണ്ട. അത് ശരി. അപ്പൊ ഇവിടെ ചിക്കൻ ബിരിയാണി മേടിച്ചു തരാൻ പുറത്ത് ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലേടി നിനക്ക്? ആഹാ, നിങ്ങൾ വന്ന് കേറിപ്പോ തുടങ്ങിയ ഒരു തരത്തിലല്ലല്ലോ ഇത്. അടിക്കും. ചോണയുള്ള അച്ഛന്റെ മോളാണ് നീ അടിയടി. എന്തുവാ? ചോണയുണ്ട് നിന്റെ അച്ഛന്റെ മേല എന്റെ വീട്ടിൽ കയറി പോരുത്. നാണമില്ലല്ലോ. ആണാണെന്ന് പറഞ്ഞ് മൂക്കിന് താഴെ മീശ വെച്ച് നടക്കാന്. ആ പറഞ്ഞ എനിക്ക് കൊണ്ടു കേട്ടോ. എന്നെ അടിച്ചു, പക്ഷെ എനിക്ക് നൊന്നില്ല. പക്ഷെ എന്റെ മനസ്സിലടിച്ചത് പറഞ്ഞു കേട്ടോ. ആണാണോ ഒന്ന് മീശം വെച്ച് നടക്കുന്ന എന്തിനാന്ന്? ചേട്ടാ, നമ്മള് ആണുങ്ങൾ മീശം വെച്ച് നടക്കുന്ന എന്തിനാ? നമ്മൾ മൂക്കിപ്പൊടി വലിക്കുമ്പോ അത് വായിൽ വീഴാതിരിക്കാനില്ലേ നമ്മൾ മീശം കൊണ്ട് നടക്കുന്ന? ആണോ? അതൊക്കെ മനസ്സിലായില്ല. ഈ ഓഞ്ഞ കോമഡി ആർന്ന് അടിച്ച് ഉള്ള വരുമാനം കൂടി നിർത്തിക്കല്ലോടാ മഹാഭാവി. കൗണ്ടറുമായിട്ട് ഞാൻ വരുവടി. ഇങ്ങോട്ട് വന്ന കാല് ഞാൻ വിട്ടു. അവിടെ ഇരുന്നാ മതി. നിങ്ങള് ധൈര്യമായിട്ടൊന്ന് കയറി വെക്കുന്നാല്. എന്റെ വീടാടിയത്. പഞ്ചായത്തിൽ 4 സെന്റ് സ്ഥലവും വീടും എനിക്കും കൂടെ കിട്ടിയത്. അതിനകത്താണ് എവിടെ വേണം മോൾ കൂടെ കയറി താമസിക്കുന്നത് അല്ലേടി? പിന്നെ ആ കൊച്ചിന് എനിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടിയതാണല്ലോ. നിങ്ങൾക്കൊരു പങ്കുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മതിയാ. എനിക്ക് പങ്കുണ്ടായിരുന്നോ? കിട്ടണം. എനിക്ക് ഉറപ്പായി. എന്തൊരു വിധി എന്റെ ദൈവമേ. എല്ലാവർക്കും കൊടുത്തിക്ക് ഓരോ ഭർത്താക്കന്മാരെ. എനിക്കും കിട്ടി. ഇങ്ങനെ അങ്ങോട്ട് പണങ്ങിയാലോ? അങ്ങനെ നിനക്കറിയാവോ, അശോക ചക്രവർത്തി വരെ കുടുംബവും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അശോക ചക്രവർത്തിന്റെ ഭാര്യക്ക് സഹകരണ ബാങ്കിൽ EMI ഇല്ലായിരുന്നു. എടി നീ ഇങ്ങനെ പിടങ്ങാതെ. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. കണ്ടെത്തിയോ? ചില ആൾക്കാർ എന്നെ കണ്ടെത്തി. അതോടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അങ്ങനെ തിരിച്ചു വന്ന് ഇനിയിപ്പം നീയും കുടുംബവും കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് എനിക്ക് ജീവിക്കണം. നമുക്ക് പിന്നെ ഒരു കുഞ്ഞും കൂടെ വേണ്ടേ? അജേഷ് ഒരു കാര്യമായിട്ട് ഏറ്റതാണ്. എന്നും പറഞ്ഞ് നീ മരംകുത്തിനെ കൊണ്ട് കൊട്ടിട്ടാ എങ്ങനെയാ പട്ടി ചെയ്യാൻ നിനക്ക് ഇൻഷുറൻസ് തന്നത്? മരംകുത്തിക്ക് ഇൻഷുറൻസ് ഇല്ലടാ, വെച്ചിട്ട് പോടാറുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. രാവിലെ മുതൽ അവൻ കാട്ടി കയറിയിരിക്കുക. ആ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ആരാടി? ആരടി? ഇയാടെ വായി പഴമാണോ?
ഞാൻ അജേഷ്. എന്റെ വായിൽ പഴമില്ല. എന്തടിയാവും വന്നത്? മാറിക്കടോ, തന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. ഇതാരേത്? അകന്നൊരു ബന്ധുവാ. ഇച്ചിരി അകന്നിരിക്കാൻ പറ. രാജി കിട്ടുമെന്ന് പറയുമ്പോ ഇങ്ങനെ പറയാൻ മാറി നാണന്മാരെല്ലാം കയറി വരും. ആമാരോടൊന്നും സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ തമ്മിൽ നിന്നാ മതി. വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. അവിടം വരെ എത്തിയ കാര്യങ്ങളെ പഴം പോലെ ഒരുത്തമ്പടെ നിപ്പോണ്ടടി. അതിപ്പോ മുന്നേ അങ്ങനെ തന്നെയല്ലേനോ? പഴം പോലെ തന്നെയാ നിക്കല്. ഈ അമ്മാവനോടൊന്നും അങ്ങ് മാറിയിക്കാൻ പറ. പിന്നെ ഒപ്പിട്ടാ പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് ശരി, രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് ജീവിക്കാൻ വരെ തീരുമാനിച്ചല്ലടി. ഇയാൾ സമ്മതിക്കത്തില്ല. ഇയാളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ നിർത്തിയിട്ട് വേറെ പരിപാടി നോക്കണ്ട. എന്താടി ശരിക്കും? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവിടെ നിക്ക്. ലിപ് ലോക്ക് ചെയ്യണം. ആഗ്രഹമില്ലാഞ്ഞാണോ അവൻ അവിടെ ഇരിക്കുമ്പോ പിന്നെ എങ്ങനെ? ഒറ്റ അടി വെച്ചരും. ലിപ്പ് ലോക്ക് ചെയ്യണം. നിങ്ങൾ ഒച്ച പുറത്ത് വരരുതെന്ന്. എന്റെ ലിപ്പിലൊക്കെ ആ. എന്ത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആരെയും കണ്ടായിരുന്നോ? ആരും കണ്ടില്ല. പക്ഷെ ഞാൻ ജംഗ്ഷൻ വന്ന് ഇറങ്ങിയപ്പോ ഒരു പെണ്ണ് സ്കൂട്ടർ വന്ന് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്താ ഓടിച്ച വരെ ലിഫ്റ്റ് അവിടെ കൊണ്ടുവെക്കാനാ? നാട് കണ്ടി നടന്നിട്ട് നിങ്ങൾക്ക് ഒരു പുരോഗമനം ഇല്ലാണ്ടായിപ്പോയല്ലോ മനുഷ്യ. ഞാനിപ്പോ ഒന്ന് പറയാം, നിങ്ങൾ മരിച്ച്. എന്തിനാടി എന്നെ കൊല്ലുന്നത്? അയ്യോ എന്റെ പൊന്നു മനുഷ്യ, ആ പുറത്തിരിക്കുന്ന ആരാന്നറിയോ? ആരാ? അജേഷ്. നിങ്ങൾ ഇതിന്റെ മുന്നേ പണ്ട് അറിഞ്ഞോ അറിയാണ്ട് എങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തില്ലായിനോ? എടുത്തായിരുന്നോ? എടുത്തായിരുന്നു. നിങ്ങൾ മരിച്ചതിന്റെ പേരിൽ എനിക്ക് 20 ലക്ഷം രൂപ കിട്ടുന്നതാ. 20 ലക്ഷം രൂപ കിട്ടും? നിങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. ആ പൈസ കിട്ടിക്കഴിഞ്ഞ് ജീവിക്കോ ചാവോ എന്ന് പുല്ലെങ്കിലും എനിക്കറിയില്ല. ഈ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഉറപ്പാണോ? കിട്ടുവോ? ഉറപ്പാ. നമുക്ക് പൊളിച്ചൂടെ? എന്നാ പിന്നെ ഇത് മതി. എടാ മക്കളെ, ഭക്ഷണം കഴിച്ചായിരുന്നോ? വാരിത്തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതെ, എനിക്ക് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുത്തനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. ഉച്ചയായില്ലേ? കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നത് ഒറ്റ കാരണം കൊണ്ട്. ബൈക്കിലാണോടാ മക്കളെ വന്നത്? കപ്പലിൽ. ഇയാൾക്ക് എന്തൊക്കെ അറിയണോടോ? വന്നപ്പോ തുടങ്ങിയ അയാൾ ഓരോ കാര്യങ്ങൾ 20 ലക്ഷം കിട്ടുന്ന കാര്യമുണ്ട്. അതെ, ഈ കാശ് ബാങ്ക് വഴിയാണോ വരുന്നത്? കടൽ വഴി ഒഴുക്കിക്കൊണ്ട് വരും. ഇയാൾ ആരാണ്? ഇയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ. ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രാവിലെ ഞാൻ ഇവിടെ കയറി വന്നപ്പോ നിങ്ങളുടെ ഭർത്താവ് വെറും നാറിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി മൊത്തം സെറ്റ് ചെയ്തത്. പിന്നെ പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് വെക്കാലും പറയും. ഈ തെണ്ടീനെ കുറിച്ച് ഞാൻ നാട്ടിൽ അന്വേഷിച്ചായിരുന്നു. ഇവനെ കുറിച്ച് എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ. അങ്ങനല്ലെന്ന്. അങ്ങനെയൊന്നുമല്ല. എന്റെ എങ്ങാനും പെങ്ങളെ ഇവൻ കിട്ടിയെങ്കിൽ ഇവന്റെ വായിൽ പടക്കിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ മുളകോടി വാരി കൗട്ടിട്ട് ഞാൻ ഇവനെ കത്തിച്ചേനെ. വീട്ടിൽ കയറ്റം കൊള്ളാത്തവനാണ് ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞത്. എന്റെ പൊന്ന അജേഷ്, എനിക്ക് തലവേദന എടുക്കുന്നെങ്കിൽ നിർത്ത്. അവനെ കെട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന. എന്നെ ഒന്ന് കെട്ടി നോക്കിട്ട് എന്നാ സുഖമായിരിക്കും. അല്ലേ മാവ? അകന്ന മാമ നിങ്ങളൊക്കെ കൂടിയല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. 20 ലക്ഷം കിട്ടുന്നതായോണ്ടാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല. എനിക്ക് നിങ്ങളൊക്കെ പ്രായക്കുറവാ. നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവനൊക്കെ എങ്ങനത്തെ ഉള്ളവനാ നോക്കണം. അല്ലെങ്കിൽ ഇതേപോലുള്ള ഫ്രോഡിനൊക്കെ കെട്ടിപ്പിച്ചു കൊടുത്തിട്ട് എന്നെ പോലുള്ളവന്മാര് വീട്ടിൽ വന്ന് ഇൻഷുറൻസ് ഒപ്പിട്ടെന്ന് വരും. അയ്യോ, മനസ്സിലായോ? കാര്യങ്ങൾ പറയുമ്പോ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല. അകന്ന മാമ മനസ്സിലായോ? ഇതിനകത്ത് ഒപ്പിടും. കൃത്യൊപ്പായിരിക്കണം കേട്ടോ. പിന്നെ ഒപ്പിടും ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തുവാ? ഇനി അങ്ങനെ ആ നാറി ഇവിടെ കയറി വന്ന് അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കരുത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ കമ്പനീനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് 15 വർഷം അകത്ത് കിടക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല ഇതിന് കൂട്ടി വന്ന ഞാനും. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി ബോംബ് വെച്ച് ചേർക്കാൻ പറ്റും. അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി വലിക്കാനിരിക്കണതല്ല. നിങ്ങൾ ഇനി അവനോട് കൂട്ടുകൂടല്ല. ഇതിന്റെ ദൂഷ്യവശങ്ങൾ പറയാൻ എന്നാന്നറിയാമോ? തെറ്റ് ചെയ്യാതിരിക്കാനാ. ഇനി എങ്ങനെയാവും പരിപാടി കഞ്ഞിയിൽ ഇച്ചിരി വിഷം കലക്കി കൊടുത്തേക്ക്. ഇല്ലേ മാമ? എന്റെ എങ്ങാനും മുമ്പിൽ അവൻ വന്നാൽ ഞാൻ അവനെ തല്ലിക്കൊല്ലുമല്ലോ. ഞാനും ജയിലിൽ പോയില്ലേ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വാ. നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ, ഇത്തിരി അയലക്കറിയും ചോറ് എടുക്കട്ടെ? വേണ്ട, എനിക്ക് കാര്യം പിടികിട്ടി. ചെയ്യത്തില്ല. ഇപ്പൊ പിക്ചർ കൂടുതൽ പിടിക്കും. ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഇനി 20 ലക്ഷം കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല മക്കളെ. ജീവനാണ് വലുത്. മോനെ, 20 ലക്ഷം രൂപ കിട്ടുമ്പം എന്റെ കുഞ്ഞിനെ നന്നായിട്ട് പഠിപ്പിക്കുന്ന കാര്യം നീ അവനോടൊന്ന് പറഞ്ഞേക്കണേ. അത് പറഞ്ഞേക്കാം. ഓക്കെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് എവിടെ പോവാ? ഞാൻ എന്നെ തന്നെ കണ്ടെത്താനുള്ള ഒരു യാത്രയാണ്. അത് ഇതേവരെ സാധിച്ചില്ലല്ലോ. അപ്പൊ സന്തോഷമായിട്ടിരിക്കട്ടെ. അതെ, എന്റെ ഒരു കവർ ഇവിടെ ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്തോട്ടെ. അതിനകത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു. പൽദേശി പൽദേശി. നല്ല മനുഷ്യനല്ലേ? ആരായാള്? കാണാണ്ട് പോയ എന്റെ ഭർത്താവ് ചന്ദ്രേട്ടനാ. മണിക്കുട്ടാ, അമൽ, ഐശ്വര്യ ക്ലാസിക് സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ
എങ്ങനെ ഒരു സ്കിറ്റ് വളരെ സൈലന്റ് ആയിട്ട് ഒരു ലൈഫ് അതിനകത്ത് ഉണ്ടാക്കി 3 ക്യാരക്ടേഴ്സും എങ്ങനെ ബിൽഡ് ചെയ്ത് കളിക്കാമെന്ന് കാണിച്ച 3 പേരുടെ പെർഫോമൻസ് ആണ് ഈ സ്കിറ്റിന്റെ വിജയമെന്ന് ഞാൻ പറയുകയാണ്. അഭിപ്രായങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. കാര്യം ഇത് കഴിഞ്ഞ് ഞാൻ ബിജുക്കുട്ടൻ്റെ പ്രസാറിനെ കൊടുക്കുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പോയി. ഐശ്വര്യ എടുത്തു പറയേണ്ട ഐശ്വര്യാണ് കേട്ടോ. അസാധ്യ ആർട്ടിസ്റ്റാണ് ഐശ്വര്യ. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളുക. നിങ്ങളൊരു കിഡിലൻ ആർട്ടിസ്റ്റായിട്ട് മാറും കേട്ടോ, യാതൊരു സംശയമില്ല. ഈ സ്കിറ്റിനകത്ത് നിങ്ങൾ അതുപോലെ പൂന്ത് വിളയാടി. അടുത്ത ഞാൻ അമലിലേക്ക് ഒന്ന് വരികയാണ്. അമൽ ഇത്രയും നാൾ സ്കിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറായിരിക്കും ഈ സ്കിറ്റ് എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും സിനിമ റെഫറൻസ് ചെയ്തൊരു ക്യാരക്ടറാണോ അതോ പൊന്മാനിലെ ബേസിൽ ജോസഫ് ആണോ? അടിപൊളിയായിട്ട് കേട്ടോ. കാരണം ഈ സ്ലാങ് മണിക്കുട്ടൻ പറഞ്ഞു കൊടുത്താണോ ഈ സ്ലാങ് ഇങ്ങനെ പിടിച്ചാമെന്ന് പറഞ്ഞു കൊടുത്താണോ അതോ ഭയങ്കര പേടിയായിരുന്നു. അണ്ണോ അത് കൈ നിൽക്കത്തില്ല, പക്ഷെ അതൊരു ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു സംഭവം. അത് നന്നായി കേട്ടോ. അതിനൊരു ഉഗ്ര റിഹേഴ്സൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നു മാറ്റിയാലോ കേട്ടാ. അല്ല അതറിയോ, അതിന് നമുക്കറിയാൻ പറ്റും. നിങ്ങളുടെ ആ പ്രാക്ടീസിൻ്റെ ബലം ഇതിനകത്ത് അറിയാൻ പറ്റും. കാര്യം ഒരിടത്ത് പോലും പാളി പോകാതെ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എങ്ങനെ അത് പ്ലേ ചെയ്യാം എന്നുള്ളൊരു സാധനം അമൽ ഗംഭീരമായിട്ട് ചെയ്ത അമലിൻ്റെ നടപ്പ്. പിന്നെ ഇപ്പോൾ ഐശ്വര്യ വന്ന് പറഞ്ഞ് അടുത്തൊരു എൻട്രി എന്ന് പറഞ്ഞ അമലിൻ്റെയാണ്. ആ എൻട്രി ചീറ്റിപ്പോയി സാധനം മുഴുവൻ പോകും. കാര്യം പിന്നെ വരുന്നത് മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ വന്നു, മണിക്കുണ്ടായിട്ടുള്ള പെർഫോമൻസ് വന്ന് വളരെ സൈലൻറ്റ് പ്ലെയറാണ് മണിക്കുട്ടൻ. നിങ്ങളൊരു പറയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ആ പ്ലേ എന്ന് പറയുന്നത് എന്ത് മനോഹരമായിട്ട് ചെയ്യുന്നറിയാം. വന്ന് നിന്ന് തുടക്കം തൊട്ട് അവരെ അത് ഗംഭീരമാക്കി പെർഫോം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം മണിക്കുട്ടൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനൊരു വലിയ കൈഡി മണിക്കുട്ടൻ തരികയാണ്. ഗംഭീരമായിരിക്കുന്നു. 3 പേരും അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ബിജുക്കുണ്ടിലേക്ക് അഭിപ്രായത്തിന് കൈമാറുകയാണ്. ബിജുക്കുട്ട, മണിക്കുട്ട, അമലെ, ഐശ്വര്യ ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് ഐശ്വര്യയാണ് ഈ സ്കിറ്റിൻ്റെ ഐശ്വര്യം. അത് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യ കൈകളിലൂടെയാണ് ഈ സ്കിറ്റ് പോയത് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് അമൽ വന്നിട്ട് അമലെ നിങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ കണ്ടറില്ല അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഈ ഐശ്വര്യം അമലും തമ്മിലുള്ള കിട്ടില്ല സാധനം എന്നിട്ട് നമ്മൾ ചില സമയത്തൊക്കെ അമല് സംസാരിക്കുമ്പോൾ ഒരു മിമിക്രി ടച്ച് വരാറുണ്ട് വോയിസിന്. ഇത് അതൊന്നും ഇല്ലാത്ത ഒരേ മോഡുലേഷൻ. ഈ പറയുന്ന ഒരു സീസൺഡ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ? എനിക്ക് തോന്നുന്നത് കാര്യഗൗരവമായിട്ട് തന്നെയാണ് നമ്മുടെ മണിക്കുട്ടനും കളിച്ചങ്ങനെ. കാരണം കുറേ ഹ്യൂമർ ചെയ്യാറ് ഇവരെ കൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്യിച്ചിട്ട് അവസാനം എനിക്ക് തോന്നുന്ന ക്ലൈമാക്സ് എനിക്ക് തോന്നിയത് ഒരു പഞ്ച് സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ് അതാണ്. കാരണം നമുക്കിപ്പോൾ ആകാംക്ഷയോടെ നിൽക്കുന്ന സമയത്ത് കട്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ, കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലേക്കും. മണിക്കുട്ടൻ അതിൻ്റെ താളത്തിനനുസരിച്ച് തന്നെ ആ ചുവട് വെച്ച് നല്ല ഗ്രാൻഡായിട്ട് നിർത്തി. 3 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അമലെ, മണിക്കുട്ട, ഐശ്വര്യ, സത്യം പറഞ്ഞ ഐശ്വര്യ ബ്രാല് പിടക്കണ പോലെയായിരുന്നു കിടന്ന് പിടച്ചോണ്ടിരുന്നത്. എനിക്ക് അങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റിയത്. അതിനേക്കാൾ വലിയ പിടപ്പായിരുന്നു ഇതിന് പുറത്ത്. അമലിൻ്റെ പെർഫോമൻസും രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആ 2 പേരുടെ ബഹളത്തിനിടയ്ക്ക് സൈലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മണിക്കുട്ടൻ്റെ. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. ജനങ്ങളായിട്ട് ഇത്രയും റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ഞങ്ങൾക്ക് പോലും കണ്ടിട്ട് ഭയങ്കരമായിട്ട്. കാരണം ഇത് അനുഭവിക്കാത്തൊരു വളരെ കുറവാണ്. അതേപോലെ തന്നെ ബോധം കെട്ട് വീണ് കഴിഞ്ഞിട്ട് അവിടെ കിടന്നൊരു മെഴുകലുണ്ട് ഐശ്വര്യ. ആ ഒരു ഏരിയ മാത്രമാണ് വിട്ടുപോയത്. അപ്പോൾ എനിവേ അതെല്ലാം ഈ സ്കിറ്റിന് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ ഏരിയകളായിട്ട് പറയേണ്ട കാര്യങ്ങളില്ല, എല്ലാം ഞാൻ ഇനി പറഞ്ഞാൽ റിപ്പീറ്റഡ് ആവും. അതിൻ്റെ നിങ്ങളുണ്ടാക്കിയ സെഗ്മെൻറ്റ്, പ്രത്യേകിച്ച് ആ രണ്ടാമതുള്ള അമലിൻ്റെ പ്രവേശനം ഉണ്ടല്ലോ, ആ പ്രവേശനം ആകുമ്പോഴാണ് നമ്മളറിയുന്നത് സംഗതി ഇൻഡാസായി എന്നുള്ളത്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ സെഗ്മെൻറ്റിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്, ആ സ്കിറ്റിൻ്റെ പ്രത്യേകതയാണ്. ആ രണ്ടാമത്തെ എൻട്രി വരുന്ന നമുക്ക് എല്ലാവരുടെ ഉള്ളിൽ ചിരി ഇങ്ങനെ ഊറി ചിരിക്കുക. ഞങ്ങൾ ഇപ്പം സംഗതി കുളമാവും എന്നുള്ളത് അത് മാനേജ് ചെയ്തൊരു മെത്തേഡ് ഉണ്ടല്ലോ ഐശ്വര്യയുടെ, അത് അതിലും ഗംഭീരമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊന്നും പറയാനില്ല. ക്ലൈമാക്സ് ഇത്രയും പവറായില്ല എങ്കിൽ പോലും ഗംഭീരമായിരുന്നു. കംപ്ലീറ്റ് റിലേറ്റഡ് ആയിരുന്നു എല്ലാവരും. അപ്പം നമുക്ക് മാർക്കിലേക്ക് പോകാം. ഞാൻ കൊടുക്കട്ടെ? ഞാനൊരു 20,000 രൂപ വരും. അടിപൊളി. ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 20,000 രൂപ. ഇനിയിപ്പോ അടുത്ത പ്രസാദേട്ടനാണ്. അവിടെ തരാം. അടിപൊളി. മണിക്കൂട്ടാ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആരുടെയാണ് ഇതിന്റെ ഒരു പ്ലാൻ, സ്കിറ്റിന്റെ ഔട്ട്ലൈൻ? ത്രെഡ് ആണ് പറഞ്ഞത്. ഞങ്ങളത് ശരിക്കും ഐശ്വര്യയുടെയും കൂടെ നല്ല സഹകരണമുണ്ട്. ഇദ്ദേഹം പ്രിന്റഡ് നോട്ട് ആദ്യം പിടിച്ചു വെച്ചിരുന്നത്. ഈ എറണാകുളം എല്ലാം കൂടെ മിക്സ്. ഇപ്പൊ അവിടെ വന്നിട്ട് കാലം കുറയാലോ. വളരെ നമ്മള്
സാധാരണ സ്റ്റേജ് ഒരു കളിക്കുന്നത്. ഭാഷയല്ല കേട്ടോ അതാണ് സംഭവം. അല്ല, എനിക്ക് തോന്നുന്ന കോഴിക്കോട് പിടിച്ചത് മനോഹരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ അതാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി അതാകുമ്പോ കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും. അതായിരുന്നത്. അപ്പൊ അങ്ങനെ ആദ്യം മറ്റേത് പറഞ്ഞു അവസാനം കോഴിക്കോട് വരുമ്പോ അത് കിട്ടുന്നില്ല. രണ്ടും കൂടെ മിക്സ് ആയി. ഇനി ഐശ്വര്യ പറയട്ടെ. ഐശ്വര്യ പറയാം. ഐശ്വര്യ എനിക്ക് തോന്നുന്നു ഐശ്വര്യ പങ്കെടുത്ത സ്കിറ്റുകൾ ഏറ്റവും വലിയ മാർക്ക് ഇതാന്ന് തോന്നുന്നു ആ, അല്ലേ? ആദ്യമായിട്ടാ എനിക്ക് ഇത്ര വലിയ എന്താണ് mark. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഐശ്വര്യ പറയൂ. ഇനി ഐശ്വര്യ വാക്കുകളാണ് ഞങ്ങൾക്ക് ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഇത്ര വലിയ മാർക്ക് കിട്ടിയില്ല. ഒന്നാമത്തത്. രണ്ടാമത്തെ ഓരോ ടീമിന്റെ കൂടെ നിൽക്കുമ്പോൾ കുറെ സാധനം പഠിക്കാണ്ടല്ലോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ടൈപ്പിലാണ് ആൾക്കാർ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ടീമിൽ വന്നപ്പോൾ ഒരു ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലേ, സത്യസന്ധമായിട്ട് പറയാം. കാരണം ഒരു കഥ ഇവിടെ സ്റ്റോർ ആയതുപോലെ ചേട്ടൻ ഹെൽപ്പ് ചെയ്തേക്കും. എന്നാലും എനിക്ക് പേടിയാണ്. കാരണം ചേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സ്കിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളെ കൂടെ ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞതാ. അപ്പൊ എനിക്ക് ദൈവമേ മണിക്കുട്ടൻ ചേട്ടന്റെ ടീമിലോ ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും, ഇവിടുന്ന് പോകാനും പറ്റൂലല്ലോ എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടായിരുന്നു. ഇതുവരെ ചെയ്തതുപോലെയല്ല, നല്ല എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു പേടിയില്ലാത്ത രീതിയിൽ. അതായത് കേറുമ്പോഴേ നമ്മൾ ഐശ്വര്യോട് പറഞ്ഞ് ഐശ്വര്യ ഈ ക്യാരക്ടർ നോട്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചോദിച്ചു. ആ ക്യാരക്ടർ നിങ്ങളൊന്ന് മനസ്സിരുത്തി നിങ്ങൾക്ക് അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. മണിക്കൂട്ടാ എന്തായാലും എനിക്കൊന്ന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലൈമാക്സിന്റെ പ്രശ്നത്തിലേക്ക്. അതെ, ക്ലൈമാക്സ് കിട്ടിയില്ലായിരുന്നു. ഇത് അറിയാവോ, ഇത് എത്ര പോകുന്നറിയാവോ? അടുത്തതിൽ മാനവി എന്തായാലും പൊളിച്ചു. നിങ്ങൾ ഗംഭീരം ഉള്ള സാധനങ്ങൾ ഗംഭീരമായിട്ട് കളിച്ചു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മണിക്കുട്ട, അമൽ ആൻഡ് ഐശ്വര്യ. താങ്ക് യു. കുഞ്ഞുകുട്ടാ പ്രസാട്ടാ, അടുത്ത സ്കിറ്റിലേക്ക് പോകണ്ടേ? നമുക്ക് മനോജ് ടീമിനെ വിളിച്ചാലോ? വിളിച്ചോ. ഓക്കെ. അപ്പൊ വരുന്നു മനോജ്, സുമി ആൻഡ് അജേഷ്. എന്റെ ചിത്തിര താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഈലക്കോട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണുവാലി പെഴുതാൻ തത്ത വിരുന്നേകുവാൻ പിറന്നാൾ കിളി. എന്താ കാണിക്കോ നിങ്ങൾ ഇവിടെ അല്ല, അതിനകത്ത് സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. സെറ്റപ്പോ അല്ല, നമ്മുടെ മരുമോളെ അതിനകത്തോട്ട് കയറ്റിയില്ല. പ്രസവത്തിന്റെ കാര്യം എന്തോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അവള് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങൾ സമയത്ത് കയറി പ്രസവിക്കോ? അല്ല, നീ ഇല്ലേ പറഞ്ഞ നീ ആ വെളിയിൽ പോകുമ്പോ എന്റെ ഒരു കണ്ണ് ഇവിടെ വേണമെന്ന് നീ ഇല്ലേ പറഞ്ഞേ? എന്റെ പൊന്നു മനുഷ്യൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ണ് ചൂഴി അവിടെ വെക്കുവന്ന് കാര്യം പറഞ്ഞു. ഇവിടെ കിടന്ന് വായനക്കില്ലറിയോ? നമ്മുടെ ലേബർ റൂം അല്ല, നമ്മുടെ റൂമല്ല, ഇവിടെ കിടന്ന് വായനക്കില്ല. അതെനിക്ക് നല്ല ബോധമുണ്ട്. എന്തോ പറയാനൊക്കെ ഉണ്ടാന്നറിയാം. എന്റെ മരുമോളെ പ്രസവത്തിന് കയറ്റിയേക്കുവാ. 3 മണിയായപ്പോ അവക്ക് പ്രസവ വേദന വന്നു. തന്തയാന്ന് പറഞ്ഞു കൂടെ നടക്കും. ഇങ്ങനെ അത് പറഞ്ഞല്ല, ഒറിജിനൽ തന്ത തന്നെയാണ്. തമ്പി കളിക്കാൻ വന്നല്ല, ഒറിജിനൽ തന്ത തന്നെയാണ്. ആ ഒറിജിനൽ തന്തയാ. ചെറുക്കൻ അങ്ങ് ഗൾഫില. ഈ തന്തയെന്ന് പറഞ്ഞത് പേര് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പെങ്ങളുകാരി, അതായത് ഈ പെണ്ണിന്റെ തള്ള ഈ സമയമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നോ. അതെങ്ങനെ ഞാനുണ്ടല്ലോ ഇവിടെ കിടന്ന് മടക്കാനും, ഞാനുണ്ടല്ലോ ഇവിടെ കിടന്ന് മടക്കാനൊക്കെ. ഈ വെളുപ്പിലെ 3 മണിക്ക് വിളിച്ച് പറഞ്ഞ സുലോചനയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇന്നലെ അവർക്ക് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. എന്നിട്ട് അവള് കിടന്ന് ഉറങ്ങുവാ. കേൾക്കണം, മോക്ക് പ്രസവ വേദന, അമ്മയ്ക്ക് കൈകെട്ടിക്കളി. അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായനതാണ്. പഴഞ്ചൊല്ലി തള്ളാനാണോ ഇങ്ങോട്ട് വന്നത്? ആണോ? എനിക്കോ ഇന്നെ ഇവിടെ കിടന്ന് ഓടാനെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഇവിടെ കിടന്ന് ഓടാനെ കൊണ്ട് ഈ വെളുപ്പാങ്കാലത്ത് എന്നെ ഈ മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഇടവഴി തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡല്ലേ മനുഷ്യൻ, നിങ്ങൾക്ക് അവിടെ പോയി മേടിച്ചിട്ട് വരരുതോ? അതിൽ അങ്ങോട്ട് പോകുന്ന മോർച്ചറിയുടെ സൈഡിൽ കിടാ പോകുന്നത്. മോർച്ചറി വേണ്ട, അയാൾ മൂത്രം ഒഴിക്കാതെ അയാൾക്ക് പേടിയാ. ഈ പപ്പുന് PK പപ്പുവിന് പേടിയില്ല. നല്ല ഉശിരുള്ളവരെ ഈ PK പപ്പു. നല്ല ഉശിരാന്നേ, നല്ല ഉശിര. നമ്മൾ സാധാരണ എങ്ങനെ ഇരുട്ടത്ത് ടോർച്ച് അടിക്കുന്നത്? മുന്നോട്ട് ടോർച്ച് അടിച്ചാന്നേ നടന്നു പോകുന്നത്. ഇയാൾ അങ്ങനല്ല. ഇയാൾ പുറന്നോട്ട് ടോർച്ച് അടിച്ചത് ഫ്രണ്ടിലോട്ട് ഓടും. ഇത് കണ്ടോണ്ട് അപ്പുറത്ത് ഓമനയുടെ കൊച്ചിറക്കം പറയുവാ, അംബിക അമ്മച്ചി വലിയൊരു മിന്നാമിനിങ് നിങ്ങളുടെ വീട്ടിൽ സൈക്കിളിൽ വന്ന് കയറുന്ന കണ്ടെന്ന്. അതിന്റെ ട്രിക്കാണ് പുറകിലോട്ട് ടോർച്ച് അടിച്ചു പോകുന്നത്. അതെന്താ ട്രിക്കാ? അത് ഇരുട്ടത്ത് നമ്മൾ മുന്നോട്ട് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നാമ്പുറത്ത് മൊത്തം ഇരുട്ടാ. ശത്രുക്കൾ വന്ന് ആക്രമിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇതാകുമ്പോൾ പുറമോട്ട് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ കണ്ണിൽ ചെന്നാൽ വെട്ടമടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ചകളെ വിഭ്രമിപ്പിച്ചിട്ട് കാഴ്ചയില്ലാതാവും. അതുകൊണ്ടുള്ള ട്രിക്കാ. പുറകീന്ന് വന്ന് ശത്രു സൈന്യം ആക്രമിക്കാൻ നിങ്ങളുടെ പേര് പപ്പു എന്നല്ലാതെ ടിപ്പു എന്നല്ല. കൂടുതൽ സംസാരിക്കും. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അടുക്കള കഥ പൂട്ടിയായിരുന്നു. അയ്യോ, പറച്ചിൽ കേട്ടതൊന്ന് ഫ്രണ്ട് കഥകിന് പൂട്ടണ്ടെന്ന്. ഇവള് വീട്ടിലോട്ടല്ലേ, പിന്നെ ആര് കയറാനാ അവിടെ? അവളെന്താ വരാത്തത്? എന്താ അല്ലേലും ഇങ്ങനെ വരുമെന്ന് എനിക്കിന്ന് അറിയാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലേ കെട്ടിയത്? ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒറ്റ
ഒരെണ്ണം അവിടെ ഉള്ളത്. ചാരുമൂട് എന്നൊരു കൊച്ചിനെ കണ്ടു. സത്യം പറഞ്ഞ ആ കൊച്ചു വീട്ടിൽ ഇരുന്നാ മതി, പൈസ ഉണ്ടാക്കുന്ന നമ്മുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കത്തില്ലായിരുന്നോ? എന്നിട്ട് ആ ചെറുക്കനെ എന്നെ കൂടെ കൊച്ചിനെ കൂടെ പിടിച്ചിട്ട് പോലീസ് പിടിച്ച് ഇരിക്കാനൊക്കെ ഉണ്ട്. വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നെന്ന്. അതാണോ ഞാൻ പറഞ്ഞത്? ആ കൊച്ചിന് അങ്ങ് ഇൻഫോ പാർക്കിൽ ജോലി. ആ കൊച്ചു വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടർ 2 കുത്തു കുത്തി കഴിഞ്ഞാൽ വീട്ടിൽ പൈസ ഉണ്ടാവും. ആക്രാന്തി നിർത്തി കൊച്ചിന്റെ പ്രസവത്തിന്റെ കാര്യം ഡോക്ടർ വരുമോ എപ്പോഴാണ് കാണും? ചെറുക്കനെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ചെറുക്കനെ വിളിച്ചു പറ, സന്തോഷനെ വിളിച്ചു പറ. അല്ല വേണ്ട, അവൻ വെപ്രാളപ്പെടും. അവനെ വിളിച്ചു പറയണ്ട, അവൻ ഇതൊന്നും അറിയണ്ട. അവനൊന്നും അറിയാതാണല്ലോ കൊച്ചു ചെറുപ്പണിയായത്. ചെറുക്കനെ വിളിച്ചു പറ, അങ്ങോട്ട് ചെറുക്കനെ വിളിച്ചു പറ, സന്തോഷനെ വിളിച്ചു പറ, വെളുപ്പിന്റെ 3 മണിക്ക് ഇവിടെ കയറ്റി പറ. പേടിക്കാൻ സന്തോഷേ, 3-ാം നിലയുടെ മണ്ട നിൽക്കുന്നത് എന്നെ പേടിപ്പിക്കാതെ എന്തുവാ? അല്ല വിവരക്കേട് അച്ഛൻ പറയും. വിവരക്കേടോ? അല്ല വിവരമല്ല അച്ഛൻ പറയും. സന്തോഷേ, അച്ചോ നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? നീ ഞാൻ കയറാ തൂങ്ങി കിടക്കുവാ അച്ഛാ. കയറത്ത് തൂങ്ങി കിടക്കാൻ നീ പൊട്ടിയ തോരണോ? അതല്ല, ഞാൻ 3-ാം നിലയുടെ മണ്ട കയറാ തൂങ്ങി പെയിന്റ് അടിച്ചോണ്ടിരിക്കുവോ? എന്തുവാ അച്ഛാ? മോനെ, ഇവിടെ കൊച്ചിനെ ഇവിടെ നമ്മൾ 3 മണിയായപ്പോ ഇവിടെ കയറ്റിയേ. ഇവിടെ കയറ്റി ഈ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞപ്പോഴേ ഈ പറയത്തക്ക വിഷയങ്ങളൊന്നും ഇല്ല, പറയത്ത പോലെ പേടിക്കാനൊന്നും ഇല്ല. അയ്യോ, നിങ്ങൾ ഹൊറർ സിനിമയ്ക്കാണോ അവളെ കയറ്റിയത്? പേടിക്കാമല്ലെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിട്ട് പേടിക്കാനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. വെളുപ്പിനെ 3 മണിയായപ്പോ ചെറുതായിട്ടൊരു വേദന, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി. രാധിക ഡോക്ടറെ കാണിച്ചോണ്ടിരുന്നത്. രാധിക ഡോക്ടർ ഇല്ല, ആരുടെ കല്യാണത്തിന് അങ്ങോട്ട് പോയേക്കുവാ. അയ്യോ, പിന്നെ എന്തോ ചെയ്യും? അപ്പൊ ഊട്ടിക്കുള്ള ഒരു ഡോക്ടർ വരുമ്പോ അത് കാണിക്കാന്ന് പറഞ്ഞു. അത് ഒത്തിരി താമസമല്ലേ അച്ഛാ? എന്തുവാ ഊട്ടിയിലുള്ള ഡോക്ടറൊക്കെ 10 വന്ന് പരിശോധിക്കണമെങ്കിലേ താമസമല്ലയോ? നീ കാറല്ലേ എവിടെ ഞാൻ നടക്കുന്ന പറഞ്ഞേ? 3-ാം നിലയുടെ മണ്ടയില്. നീ അങ്ങ് വിടാതെ എനിക്ക് വയ്യ അവനോടൊക്കെ സംസാരിക്കാൻ. കാര്യമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോ? ഇങ്ങനെ കൊണ്ട് ഹലോ, ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല അവിടെ. ആണുങ്ങൾക്ക് അന്നത് കയറാൻ പറ്റത്തില്ല. ഞാൻ വിശ്രമിക്കാൻ കയറുമല്ലേ ഇതിനകത്തോട്ട്? ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് ഇതെന്താന്ന് അറിയാണോ നിനക്ക്? വലിയ തേള്. തേളോ? തേള് നിന്റെ തേൾ വെച്ച തേളാണോടാ ഇത്? സ്റ്റെതസ്കോപ്പ്. ചെവി അങ്ങ് പറഞ്ഞ ഐ ആം ഡോക്ടർ ബ്ലൗസൻ. ഞാനാണ് ഈ ഹോസ്പിറ്റലിലെ മെയിൻ ഗൈനക്കോളജിസ്റ്റ്. ഗൈനക്കോളജിസ്റ്റ് ഇവിടെ ചോദിച്ചാ കേൾക്കാം. ഗൈനക്കോളജിസ്റ്റ്. അകത്തിരുന്ന് പറയുന്ന പോലെ. ഇനി ഇത് ഓട്ടോക്കകത്തിരുന്ന് പറയുമ്പോൾ ഉള്ള സൗണ്ട്. എന്റെ മുന്നേ ഡോക്ടറെ, എന്റെ മരുമോളെ എത്ര സമയത്തോടെ കൊണ്ടുവന്ന് കയറ്റിയാന്നറിയാം? 3 മണിയായപ്പോ കൊച്ചിനെ കൊണ്ടുവന്ന് കയറ്റി. നമുക്ക് എന്തോ ഒരു വേദന പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ഇതുവരെ ഒരു മാനി മാറ്റാതെ എന്റെ കൊച്ചിനെ നോക്കിയിട്ടില്ല. ഇന്നലെ രാത്രി 7 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ എനിക്ക് നൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ. ആ സമയത്ത് എല്ലാവർക്കും നൈറ്റാ. ഞാൻ പറഞ്ഞത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 6 മണിയായപ്പോ ഞാൻ വീട്ടിൽ നിന്ന് കട്ടിലെ കയറി പപ്പിയെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഉടനെ ഇവിടുന്ന് കോള്. പപ്പി എന്ന് പറയുന്ന ഭാര്യയാണോ? അല്ല, എന്റെ പട്ടി. ഉടനെ വന്ന് ഞാൻ ഒരു മോളെ കണ്ണടച്ചില്ല. ഇങ്ങോട്ട് കാർ ഓടിച്ചോണ്ട് വരുന്ന വഴിക്കാണ് ഞാനൊന്ന് ഉറങ്ങിയത്. എന്നോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. ആരായത് കയറ്റിയേക്കുന്നേ? ഗർഭിണിയാ. ഓ, രാഗിണി കൊച്ചിന്റെ പേരാ. 6 മണിക്കട്ട് പോട്ടൊക്കെ ഞാൻ വായിക്കണം. വലിയ 1 000 ചേർത്തൊരു വര. അയ്യോ, ബ്ലഡ് ഒന്ന് എഴുതിയേക്കുന്ന വായിച്ചുണ്ടോ? ബി വലിയ 1 2 0 ചേർത്തൊരു വരാന്ന്. വന്നേക്കുന്നവൻ കാണ്ട റിപ്പോർട്ടാ. കാണിച്ച റിപ്പോർട്ട്. മറ്റേ ടിവിക്കകത്ത് സംഭവം വരുമ്പോ അതിന്റെ പടം വരത്തില്ല. ബഹിരാകാശത്തിന്റെ പടമുള്ള ബഹിരാകാശത്തിന്റെ പടം. ഇതെന്റെ കൈ നിൽക്കുമെന്ന് തോന്നില്ല. എന്റെ കയ്യിൽ എണ്ണ വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ പറഞ്ഞത്? ഇത് വളരെ കോംപ്ലിക്കേഷനായിട്ടുള്ള പരിപാടി. അതെങ്ങനെ പറയുന്നത്? ഇല്ലെങ്കിൽ പ്ലേ ഇതുവഴി അങ്ങ് പോകും. എടാ, ഇത് കൊച്ചു തിരിയാൻ കിടക്കുന്നുണ്ട്. നീ MBBS പഠിച്ചാന്നോ? ഒരു പേപ്പർ തിരിക്കാൻ വേണ്ടി MBBS പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയാ. കിടക്കുന്നു നോക്കി. ഭാഗ്യമുണ്ട്. എന്തായിരുന്നു ഡോക്ടറെ? ടിസ്റ്റോ? എന്നാ ആദ്യം വെച്ചങ്ങ് കേറാം. പറ ടിസ്റ്റ്. 2 പിള്ളേരാണ്. അതാ സംഭവം. അതാ നിങ്ങളൊന്നും പേടിക്കണ്ട. 2 പിള്ളേരാന്ന് പറഞ്ഞ നിങ്ങൾ ഒരു ടെൻഷൻ പഠിക്കണ്ട. 40 വർഷം കൊണ്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയതാ. ഈ തെറ്റിച്ച് പറയാനോ? തെറ്റിച്ച് പറയാനല്ലെന്ന്, ഡെലിവറി എടുക്കാനൊക്കെ ഉണ്ട്. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഞാൻ. അതെ. ആദ്യം വന്നപ്പോഴേ സാറിനെ കണ്ടില്ല എന്നുള്ളതാ ഞങ്ങളുടെ ഒരു എന്തേ. അതെ. നിങ്ങൾ ആ രാധിക കൊച്ചിനെയൊക്കെ വിളിക്കുക വല്ല കാര്യമുണ്ടോ? ആ രാധിക ഡോക്ടർ എന്റെ ജൂനിയർ ആയിരുന്നു നമ്മള്. അല്ല, ഇവിടുത്തെ ഡോക്ടർ അല്ലേ, അതുകൊണ്ട് അങ്ങ് കണ്ടെന്നേ ഉള്ളു. 1-ാം നമ്പറിൽ അവിടെ ആ ബ്ലോക്കിൽ ചെന്നപ്പോൾ 1-ാം നമ്പറിൽ എടാ കൊച്ച പ്രസവിക്കുമെന്ന് പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കുന്ന കൊച്ചാ അത്. അവിടെ പ്രസവം എടുക്കാൻ ഏൽപ്പിക്കുന്നേ. ഇതിന്റെ കാര്യം കൊച്ചിന്റെ കാര്യം ഓക്കെ, ഒന്നും പേടിക്കണ്ട. നമുക്കെല്ലാം 2 പാത്രമൊക്കെ അങ്ങ് തന്നേക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. വെയിറ്റ് ചെയ്താ മതി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ.
ഡോക്ടർ പറഞ്ഞത് കേട്ടോ, 2 പിള്ളേരാന്ന്. ഇരട്ട പിള്ളേര്. അതെ, ഇരട്ട പിള്ളേര്. ഒരു പെണ്ണും ഒരു ആണും ആണെങ്കിൽ ആണിന് എന്റെ അച്ഛന്റെ പേര്, പെണ്ണിന് എന്റെ അമ്മയുടെ പേര് ഇടണം. അയ്യോ, 2 ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് 2 അച്ഛനില്ലല്ലോ, പിന്നെ പറയാൻ അങ്ങനെ എന്ത് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം നമുക്ക്. അതെയോ? അല്ലേ കത്രി എടുത്തേ സിസ്റ്റേ, കത്രി എടുത്തേ. ഓപ്പറേഷൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ. ആ ചെറുത് മതി. എന്തിനാ പറഞ്ഞില്ല? അത് നമ്മളോട് പറയണ്ടായോ? നമ്മൾ പറഞ്ഞില്ല ഓപ്പറേഷൻ എന്ന് പറയണ്ട, നമ്മൾ പറയണ്ട. നിങ്ങളുടെ പെണ്ണുകാരിയോട് പറ പൈസ ഇങ്ങോട്ട് അയക്കാനെ കൊണ്ടാ. ഓപ്പറേഷൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഓപ്പറേഷൻ ബ്ലഡ് പെട്ടായി ഓപ്പറേഷൻ. ബ്ലേഡ് ആ വലിയ ബ്ലേഡ്. ആവശ്യമില്ലാതെ അതെങ്ങനെ അവള് കേൾക്കുമായിരുന്നോ? ഞാൻ അവളോട് പറയുന്നേടി കുറ്റിച്ചൂലെടുത്ത് മുറ്റം നോക്കുക, അവള് ചെയ്യത്തില്ല. കൈയും കാലും വീശി നടക്ക, അവള് ചെയ്യത്തില്ല. നിങ്ങളുടെ അമ്മായി വേണ്ടല്ലോ, അതായത് എന്റെ അമ്മായിയമ്മ, നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുറ്റം തൂക്കാനെ കൊണ്ട്. ഇത്രയേ ഉള്ളൊരു ചൂലെടുത്ത് തന്നിട്ട് ആ മുറ്റവാ. ആരായിരുന്നു? ഒരാളെ ഡോക്ടർ ആരായിരുന്നു? ഞാനത് ഡോക്ടർ ബ്ലസൻ. താടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഷേവ് ചെയ്തു. അപ്പൊ ഷേവ് ചെയ്യാൻ വേണ്ടി കത്തിയൊക്കെ എടുത്തു. അതിനെടുത്തു. വീട്ടിൽ വെച്ച് ഷേവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്ന് കിടന്ന് കണ്ണടയ്ക്കുന്ന മുമ്പ് വിളിച്ചല്ലയോ. പെട്ടെന്ന് കുളിച്ചു പോലും ഇല്ല, പെട്ടെന്ന് പോന്നു. ഇനി ഞാൻ അകത്ത് പല്ല് തേക്കും കുപ്പിടിക്കുകയും ചെയ്യുന്ന സൗണ്ട് കേൾക്കും, തെറ്റിദ്ധരിക്കരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 1 മണിക്കൂറിനുള്ളിൽ സംഭവം കഴിയും. പെയിൻ വരാൻ മരുന്ന് കൊടുത്തേക്കോ കേട്ടോ. എന്തോ തൊഴിൽ ഇങ്ങനെ കാണിക്കുന്നത്? എല്ലാ ശനിയും ഞായറും ഞാൻ എണ്ണ തേച്ച് ഈരി കളയുന്നത് പേന്, പിന്നെ ഉണ്ടാവാനായിട്ട് ഇയാൾ എന്തിനാ മരുന്ന് കൊടുക്കുന്നത്? നല്ലത് പറഞ്ഞേ. പിന്നെ പെയിൻ പറഞ്ഞാൽ ഭൂതന അല്ല, വേദന ഉണ്ടാവാനുള്ള മരുന്ന് കൊടുത്തേക്കുവാന്ന് പറഞ്ഞത്. പിന്നെ ഇതിപ്പോ എന്തുവാന്ന് ആർക്കറിയാം. എന്തുവാ? ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ, ഇതുപോലൊരു നാശം പിടിച്ചോൻ. ഇവരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഡോക്ടറാണോ? ഞങ്ങളിവിടെ കിടന്ന് എപ്പോഴാണ് വെളുപ്പിലെ 3 മണിക്ക് ഒരു കൊച്ചിനെ കൊണ്ട് കയറ്റിയത്. കൊച്ചാട്ടാ, എന്താ ചെയ്യാൻ? ആക്രാന്തന്റെ ഒക്കെ മുന്നിൽ വന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളു കാര്യം. എന്തോ ഞങ്ങൾ കുറ്റം പറയുന്നത് കേൾക്കാനായിരിക്കും വേഷം മാറി വരുന്നത്. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, വേഷം പറയുന്നില്ല. പിന്നെ ഇത് ഞങ്ങൾ ഈ സിസേറിയൻ സമയത്ത് ഡെലിവറി സമയത്തൊക്കെ ഇടുന്ന യൂണിഫോം ആയത്. അത് കാണിക്കാൻ വന്നു. ആ പുതിയതാ, ഇന്നലെ വാങ്ങിച്ചുള്ളൂ. കൊള്ളാവോ എന്ന് പറഞ്ഞ ഓണത്തിന് അച്ഛൻ മാറ്റി കൊടുത്തില്ലേ? എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ കൊച്ചിന്റെ കാര്യം നോക്കാനെ കൊണ്ടാ. കൊച്ചിന്റെ കാര്യം പെട്ടെന്ന് അങ്ങനെ നോക്കാൻ പറ്റുമോ? കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വരണം. എഴുതി തരുന്നല്ലോ, നീ പെട്ടെന്ന് പോയി മാറ്റോണ്ട് വരണം കേട്ടോ. അതൊന്ന് ഞാൻ മാത്രം, നിങ്ങൾക്ക് പോയിക്കൂടായോ? നീ പോയിട്ട് പാടി. നിങ്ങൾ പോ മനുഷ്യ. ഇരുട്ടാടി, ഇപ്പൊ നീ പോയിട്ട് പാടി. നിനക്കോട്ട് പോയാലും എന്താടാ, പോയി മാറ്റോണ്ട് പാടാ. പോടാ, 10 എണ്ണത്തിന് മുമ്പ് ഇവിടെ പറഞ്ഞു. പോടാ, പോയി മാറ്റോണ്ട് പാടാ. ചുമ്മാ നിൽക്കുവാണ്. പോയി മാറ്റോണ്ട് 9 സെക്കൻഡ് പോയിട്ട് വാ. എന്നെ കാണിക്കാതെ എന്റെ ജൂനിയറിനെ കൊണ്ട് കാണിച്ചേക്ക്. നിങ്ങൾക്ക് ഞാൻ പണി ഞാൻ കൊടുക്കും. ആഹാ, പെട്ടെന്ന് ഇങ്ങ് വന്നോ നീ. അന്ന് അടുത്ത് തരുന്നടാ. പോയി മാറ്റോണ്ട് പാടാ. ചുമ്മാ വാങ്ങിപ്പിക്കും. ഇത് തിരിച്ചു കൊടുത്ത് ഞാൻ തന്നെ പൈസ വാങ്ങിക്കും. ആടാ, വീണ്ടും വന്നു. ഇത് വാങ്ങിച്ചോണ്ട് വാ. ഓടിപ്പോയിട്ടോ. എനിക്ക് ഈ ആശുപത്രിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതാ ഇവരിങ്ങനെ നെട്ടോട്ട് കൊടുന്നേ. അത് പിന്നെ വന്നോ, നീ പോടാ. ഇത് പോയി വാങ്ങിച്ചോണ്ട് പോടാ, പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് പോടാ. എന്തുവാ? ഇനിയൊന്നുമില്ല. എന്നാ ഇത് പോയി വാങ്ങിച്ചോണ്ട് പോവാ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. അതാ പറഞ്ഞ എഴുതി എന്റെ കുറിപ്പ് തീർന്ന് ആ കടയിൽ കിട്ടും. പോയി വാങ്ങിച്ചോണ്ട് വരാൻ. കഴിഞ്ഞിട്ട് മേടിച്ചോണ്ട് തരാം സാറേ. ഒന്ന് കയറി നോക്ക് സാറേ, എന്റെ കൊച്ചിന് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കയറി നോക്ക് സാറേ. ഒരു കഷ്ടമാണ്. ആണ്ടേ, സാറ്റ് കളിക്കാൻ പോയെന്നോ? ഇത്രയുണ്ട്. എന്റെ ദൈവമേ, നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അവിടേക്ക് പോരാം. എനിക്ക് വയ്യ മനുഷ്യ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് പ്രസവം കഴിഞ്ഞ ഉടനെ നമുക്ക് കൊച്ചിനെ അങ്ങ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം. പെണ്ണിന്റെ വീട്ടിലോട്ട് അങ്ങ് വിടാം. പെണ്ണിന്റെ വീട്ടിൽ വിടത്താ? എന്താ? എനിക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല അങ്ങോട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ മതി പ്രസവം. യോ, പറച്ചില് കേട്ടാ തോന്നും മരുമോളോട് സ്നേഹം കൊണ്ടാ. നല്ല ഇതൊക്കെ ലേഹ്യം തിന്നാണ്. ഈ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ കൂമ്പൻ ലേഹ്യം ഒക്കെ ഇല്ലയോ, അത് തിന്നാനുള്ള പുതിയ. ഞാൻ സന്തോഷിനെ പ്രസവിച്ച് വരുന്നപ്പോൾ ഇങ്ങനായിരുന്നു മൊത്തം ലേഹ്യം തിന്നുന്നത്. നിനക്കൊക്കെ 10 മാസം ചുമന്ന് പ്രസവിച്ചാൽ മതി. അത് 10-20 കൊല്ലം ഞങ്ങൾ അകർന്ന് നോക്കട്ടെ. അപ്പൊ ലേഹ്യം ഞങ്ങൾ ആണുങ്ങൾ അതിന്റെ അച്ഛന്മാരെ അതിന്റെ. അത് ഒരു കാര്യം പറയാം, കുളിപ്പിക്കുന്നത് അതെന്റെ അമ്മൂമ്മയെ കൊണ്ട് കുളിപ്പിച്ചാൽ മതി. അയ്യോ, നിന്റെ അമ്മൂമ്മ കുളിപ്പിക്കല്ലേ. അതെന്തോ എന്റെ സന്തോഷിനെ നമ്മുടെ അമ്മൂമ്മയിൽ കുളിപ്പിച്ചാൽ നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കും. ഞങ്ങളുടെ സന്തോഷമാണ് ഇവർ അമ്മൂമ്മയെ കുളിപ്പിച്ചേ. പാള വെച്ച് എണ്ണ തേച്ച് ഞങ്ങളുടെ അമ്മ വിളിക്കുന്ന പിടുത്തോ ചെറുക്കനെ പിന്നെ അപ്പുറത്ത് അയ്യത്തുനിന്നാണ് കിട്ടിയത്. അതല്ലേ കുളിപ്പിക്കാൻ മാത്രമല്ല നല്ലോണം ഒളിപ്പിക്കാൻ പറയും നിന്റെ അമ്മൂമ്മയ്ക്ക്. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്തുവാ? എന്റെ ചെറുക്കന്റെ അരയെ കടന്ന അരിഞ്ഞാണെന്ന് നിന്റെ അമ്മൂമ്മ അടിച്ചോണ്ട് പോയത് എനിക്കറിയാം. അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ അമ്മൂമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് അങ്ങനെ ടി വി ഇട്ടേ. ഈ സമയത്ത് അതും ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. എന്റെ തോർത്തെന്തിയ മനുഷ്യൻ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൊണ്ട്. ടി വി അടിച്ചു പോണേ. അതാണോ പ്രാർത്ഥിക്കാൻ? എവിടോട്ടെങ്കിലും കൊണ്ടുപോകണം നമ്മൾ ചോദിക്കും. എനിക്ക് അന്നേരം ഇവിടെ കിടന്ന് ബഹളം വന്നപ്പോ ഞാൻ പറഞ്ഞതാ. ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പോകാൻ ഡോക്ടറെ. ചുമ്മാ വഴക്ക് പറയുമോ?
വലിച്ചപ്പോ അവരുടെ പള്ളക്ക് ഒന്ന് കൈമുട്ടിടിച്ചെന്ന് പോലും അതിനെല്ലാം വഴക്ക് പറയുമോ? സ്ഥിരം പരിപാടിയാ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇച്ചിരി ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചൊരു കീത്താടിക്കിട്ട് തട്ടിയവരെന്നെ. അത് കുഴപ്പമില്ല, അത് പണി സൈറ്റിൽ അങ്ങനെ ഉണ്ടാവും. പണി സൈറ്റിൽ അങ്ങനെ എന്റെ കോൺട്രാക്ടർ എന്റെ തലയിൽ ഈ മുഴക്കോല് വെച്ച് അടിച്ചതിന്റെ അത്രയൊന്നും ഇല്ലല്ലോ ഇത് കറിയല്ലേ സങ്കടം. ചെല്ല അതോടെയല്ലേ കുഴപ്പമില്ല. ചെല്ല് കുഴപ്പമില്ല ചെല്ല്. അതുപോലെ ഹെൽപ്പ് ചെയ്യണേടാ. ഹെൽപ്പ് ചെയ്യണേ. ആള് വരണോ? എന്തിന്? അല്ല അവിടെ കരയാനല്ലേ? പോടാ. ഈ പഴത്തിന് അറിയാൻ മതി. അതൊക്കെ അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ നല്ലതായിട്ട് ചെയ്യത്തുള്ളൂ. അതാരായാലും രാഗിണി പുഷ്, രാഗിണി പുഷ്, രാഗിണി പുഷ്, രാഗിണി പുഷ്, രാഗിണി പുഷ്, 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 പുഷ്. അയ്യോ. വേണ്ടേ അപ്പൂപ്പനും അമ്മൂമ്മയും ആണും പെണ്ണും. അയ്യോ അയ്യോ എന്തേലും കുഴപ്പമുണ്ടായിരുന്നോ ഡോക്ടറെ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പെങ്കൊച്ചി ഈ ചെറുക്കനെ ആദ്യമേ ചവിട്ടി പുറത്താക്കി. അതുകൊണ്ട് വളരെ എളുപ്പമായി. എന്റെ അതേ കണ്ണ്, എന്റെ അതേ കണ്ണ്, എന്റെ അതേ മൂക്ക്. ചെറുക്കനെ വിളിച്ചു പറ. സന്തോഷം വീഡിയോ കോളി, സന്തോഷം വീഡിയോ കോളി കാണിക്ക്. സന്തോഷം വീഡിയോ കോളി എങ്ങനെയേ നോട്ടൊക്കെ ചെടി സന്തോഷേ. അമ്മച്ചേ വേണ്ട അയ്യോ ചക്കരക്കുടകൾ എന്നെ ചക്കരക്കുടകൾ. അയ്യോ ഇച്ചിരി ഇട്ട് കറക്കട്ടെ, നമ്മളെ ഇട്ട് കറക്കില്ല. കുഞ്ഞിലെ മോഹം കാണി, കുഞ്ഞിലെ മുഖത്ത് കൊച്ചെ. ഞാൻ നാളെ അങ്ങോട്ട് വരട്ടാ. നാളെ വരണ്ട, നാളെ വരണ്ട. നിങ്ങൾ ഇതുപോലെ വേലപ്പിക്കാനില്ലേ? വേണ്ട, ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാടാ. ശരിയാടാ, പിന്നെ വിളിക്കാം. അത് നിങ്ങൾ പിച്ചിയൊന്നേ. ഞാൻ പിച്ചിയില്ല. എനിക്ക് ഞാൻ പിച്ചിയില്ല. എന്തിനാ കുഞ്ഞുങ്ങളെ കരപ്പിക്കുന്നേ? കുഞ്ഞുങ്ങളെ കരപ്പിക്കുന്നേ? നിങ്ങൾക്ക് അറിയത്തില്ല. നോക്കട്ടെ എന്തോന്ന്, പിള്ളേരെ പേടിപ്പിക്കുമല്ലയോ? അറിയത്തില്ലല്ലോ. നിങ്ങൾ പിച്ച് കാണും. കറച്ചിൽ നിന്നു. ഇതൊന്ന് വാങ്ങിച്ചോണ്ട് വരണേ. അല്ല ഇത് ഏത് മെഡിക്കൽ സ്റ്റോർ കിട്ടും? മെഡിക്കൽ സ്റ്റോറിലല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു മൊബൈൽ കട ഉണ്ട്. അവിടെ പോയി 2 മൊബൈൽ വാങ്ങിച്ചോണ്ട് വാ. എടാ ജനിച്ച് വീണ കൊച്ചിനെ നീയൊക്കെ എന്തുവാണ് ആദ്യം കാണിച്ചത്? വീഡിയോ കോൾ വിളിച്ച് മൊബൈലാണോ? ആ മൊബൈൽ മാറ്റിയാണ് ആ കൊച്ചുകളെ കടന്ന് കരഞ്ഞത്. എന്റെ മൊബൈൽ വെച്ച് കളിച്ചോണ്ടിരിക്കുവാണ് ആ കൊച്ചുകള്. നീ ഈ മൊബൈൽ വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ അതുങ്ങൾ എന്റെ മൊബൈൽ തരത്തില്ലടാ. പോയി വാങ്ങിച്ചോണ്ട് പോടാ. മനോജേ, സുമി, അജേഷേ, നല്ല സൂപ്പർ സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങളൊരു ഒരു സ്റ്റോറി പോലെ അത് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മളറിയാതെ ടെൻഷനായത് കുഞ്ഞുങ്ങളെ കൈ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ടെൻഷനാണ്. ആ കരച്ചിലും ആ ടെൻഷനും അത് കറക്റ്റ് ഒരു ലേബർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. ഇനി കൂടുതൽ അഭിപ്രായത്തിലേക്ക് വരാം. ഫസ്റ്റ് പ്രസാദാ. സാധാരണ ഒരു പ്രസവം നടക്കുമ്പോഴുള്ള അമ്മായിയപ്പൻ്റെയും അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ ആ ഒരു വേവലാതി നിങ്ങൾ ഹാസ്യ രൂപത്തിൽ നന്നായിട്ട് വരച്ച് കാണിച്ചിട്ടുള്ള ഒരു സ്കിറ്റാണ്. ആ സ്കിറ്റ് നിങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു സറ്റയർ കൂടെയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ അറിയാമല്ലോ, ഈ അച്ഛനമ്മമാരുടെ എല്ലാവരും അതെ, അവർ സൂത്രത്തിക്കിട്ട് കുട്ടികളുടെ കരച്ചിൽ നിർത്താനായിട്ട് ഈ മൊബൈൽ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. മൊബൈൽ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിയൊക്കെ സുഖമായിട്ട് അല്ലേ എല്ലാം ഡൗൺലോഡ് ചെയ്ത് കാണാവുന്ന ഒരു അവസ്ഥയിലോട്ട് നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത ടെക്നിക്കുകൾ പോലും 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതാ കുട്ടികളെ കൊടുത്ത് പഠിപ്പിക്കുന്നത് ശരിക്കും കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് കിട്ടുന്നില്ല, കണ്ണുകൾക്ക് കേടാണെങ്കിൽ ഒരുപാട് ഡിഫക്റ്റുകളുണ്ടെന്നും എന്തോരം ചാനലുകളിലൂടെ നമുക്ക് വന്നാലും നമ്മുടെ വീട്ടിലെല്ലാവരും അച്ഛനമ്മമാർ ഈ കുട്ടികൾക്ക് ഇതങ്ങോട്ട് എടുത്ത് കൊടുക്കും. കുട്ടികൾ മൊബൈലും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രീ ആയ അച്ഛനമ്മമാർക്ക് അത് ശരിക്കും നിങ്ങളിവിടെ വരച്ച് കാണിച്ചു എന്നുള്ളതാണ്. എൻ്റെ ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ.
അജീഷ് വന്നിട്ട് ഒരു 3 സാധനങ്ങൾ വന്ന് 3 ഡോക്ടറായിട്ട് വന്ന് അതുപോലെ തന്നെ ആ ഡോക്ടറിൻ്റെ 3 വേർഷൻ വന്നപ്പോൾ അത് 3 നല്ല ചിരിക്കാണ്ടായിരുന്നിട്ടാ. അവസാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇയാൾ ഇങ്ങനെ വന്നിട്ട് ഹെഡ് നേഴ്സ് ഇപ്പോൾ ഇണങ്ങുമെന്നുള്ള സാധനം പറയാൻ വന്നാണെന്ന്. അതൊക്കെ നല്ല രസമായിരുന്നിട്ടാ. ആ വന്നതിന് ശേഷമാണ് ഇത് എന്തിനാ വന്നേന്നുള്ളത് ആ കൗണ്ടറിലൂടെ പറഞ്ഞത്. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് സുമി പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്കിറ്റിലും ചെയ്യുന്ന പോലെ തന്നെ എന്തൊരു വേറൊരു സാധനം ഇതിനകത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള മുഖത്തുള്ള ആ ഒരു നാണം ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു കേട്ടോ സുമി. അത് ഭയങ്കര നാച്ചുറലായിരുന്നു. കാരണം പ്രസാദം പറഞ്ഞിട്ട് അമ്മൂമ്മ ആകുമ്പോഴും അല്ലെങ്കിൽ അമ്മയൊക്കെ ആകുമ്പോഴൊക്കെ ശരിക്കും അനുഭവിക്കുന്ന അത് ഹ്യൂമർ അല്ലായിരുന്നു ശരിക്കും. അത് നല്ലൊരു എന്താ പറഞ്ഞാൽ അതൊരു അഭിനയ മുഹൂർത്തമായിരുന്നത്. പിന്നെ മനോജിൻ്റെ കാര്യങ്ങളെല്ലാം മനോജ് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. ആദ്യം തുടങ്ങിയിട്ടുള്ള ആ സാധനം ഇതിനകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ, എന്താണ് നടക്കുന്നതെന്ന് എത്തി നോക്കാനുള്ള സംഭവങ്ങളും. പിന്നെ ഈ പറഞ്ഞിട്ട് ക്ലൈമാക്സ് നന്നായിരുന്നു. കാരണം ഇതെല്ലാവരും അറിയാവുന്നൊരു കാര്യമാണെങ്കിൽ തന്നെയും നമുക്ക് അതിനകത്തൊരു പുതുമയുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം അല്ലായിരുന്നു. പടപടാന്നുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ലൈഫ് ഉണ്ടായിരുന്നു കേട്ടാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ എടുത്തു പറയുന്നത് സുമി ഒരു എക്സ്ട്രാ ഓർഡിനറി ആർട്ടിസ്റ്റാണ് കേട്ടോ. കാര്യം മനോജ് അവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അതൊന്ന് ഇട്ടിട്ട് പോകുന്നൊരു സാധനം സുമിയാണ്. അതായത് കൗണ്ടറിൻ്റെ ലീഡ് സുമിയാണ് ചെയ്യുന്നത്. അത് ഒരെണ്ണം മറന്നുപോയാൽ ആ സാധനങ്ങൾ മുഴുവൻ പോകും. അത് ഈ ഭയങ്കര രസമായിട്ട് സുമി അത് ടേക്ക് ഓവർ ചെയ്ത് ഇതിനിടയ്ക്ക് അത് പറയുമ്പോൾ വീട്ടിലെ ചരിത്രങ്ങൾ പറയുന്നു. അതൊക്കെ എന്ത് രസമായിട്ടാണ് സുമി അത് പെർഫോം ചെയ്ത് കയറ്റുന്നു എന്നുള്ളതാണ്. മനോജിൻ്റെ തുടക്കം തൊട്ട് ലേബർ റൂമിലേക്ക് കാലിങ്ങനെ തിരുമ്മി നിൽക്കുന്നൊരു സാധനം നമ്മളത് പിക്ചറൈസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ കോമ്പിനേഷൻ വർക്കായി. അജേഷ് വന്ന് അജേഷിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ നന്നായി. പിന്നെ ബിജുക്കുട്ടൻ പറഞ്ഞ ഇടയ്ക്കൊരു നമുക്ക് പറയുന്ന ഒരു സ്പീഡ് കൗണ്ടറുകളുടെ കുറവ് ഇതിനകത്തുണ്ടായിരുന്നു ഇടയ്ക്ക്. അതൊഴിച്ചാൽ നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്ലൈമാക്സ്. ഒരു വലിയ മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് അത് ചെയ്യുന്നത്. ഇനിയും നല്ല സ്കിറ്റുകളായിട്ട് വരിക. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി മാർക്കിലേക്ക് പോകാം. ബിജുക്കുട്ട, ഞാനൊരു 13,000 രൂപ. ഓക്കെ. പ്രസാട്ടാ, ഞാനും 13,000-ൻ്റെ കൂടെ ആ മൊബൈൽ കറക്കലുണ്ടല്ലോ, ആ കറക്കലും കൂടെ കൂട്ടി 15,000 കൊടുത്തു. ഓക്കെ, 28,000 ആയി. അപ്പോൾ ബാക്കി ഇനി പിള്ളേരെ നോക്കണം, ട്വിൻസാണ്, അതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ കണക്കിൽ ഇത് പോരാ. അടുത്ത തവണ നിങ്ങൾ ഇതിലും ഗംഭീരമായ സ്കിറ്റ് കൊണ്ടുവരുമെന്ന് 100% ഉറപ്പാണ്. കൊണ്ടുവരണമെന്ന് പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരും. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പോൾ ബിജുക്കുട്ട, പ്രസാട്ടാ, ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരേക്കും സന്ധിക്കുവരേക്കും വണക്കം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. വേറെ